വിശദമായ വാർത്തകളിലേക്ക്. 2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വാണിയമ്പുഴ പ്രദേശത്തെ ആദിവാസി നഗറിലെ 40ഓളം കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിൽ. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഇവർക്ക് പുനരധിവാസത്തിന്റെ വാഗ്ദാനങ്ങൾ മാത്രമാണ് കിട്ടിയത്. ജീവിക്കാൻ മതിയായ ഒരു വീടോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്നും ലഭിച്ചിട്ടില്ല. ടാർപ്പായ ഷീറ്റ് വലിച്ചു കെട്ടിയ താൽക്കാലിക കൂരകളാണ് ഇവരുടെ ഇപ്പോഴത്തെ ആശ്രയം. മഴ പെയ്താലും വെയിൽ കാഞ്ഞാലും ദുരിതം ഒരുപോലെയാണ്. ചൂടിൽ കത്തുകയും മഴയിൽ ചോർന്നൊഴുകുകയും ചെയ്യുന്ന ഈ കൂരകളിൽ മനുഷ്യർ കഴിയുന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. ഒരു കൂരയിൽ 3-4 കുടുംബങ്ങൾ ചേർന്നാണ് കഴിയുന്നത്. സ്വകാര്യത എന്നത് ഇവിടെ ഒരു സ്വപ്നം മാത്രമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരുടെ ദിനചര്യ മുന്നേറുന്നത്. കൊല്ലായി ഇതാക്കണ ഈ കീറ കവറിന്റെ ഉള്ളില് ആന വന്ന് മുറ്റത്തെ വായൊക്കെ തിന്ന് പോയി. അതിപ്പോ കൊറേ ആയി. ഇന്നാള് വന്ന ആനെ കമ്പി മറിച്ചിങ്ങാണ്ട് കിണറിന്റെ അവിടെ വരെ വന്നു. ഞങ്ങൾ ഇവിടെ കിടക്കണമെന്ന് കവറിന്റെ ഉള്ളിൽ കൂടിയിട്ടില്ല, അകത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെയാണ് കോലൈമേ. അപ്പട്ട് കമ്പി പൊട്ടിച്ചൊച്ച കേട്ടു. പിറ്റേന്ന് രാവിലെ ശശിയേട്ടന്റെ 2 പോത്തു കുട്ടികളുണ്ട് അവിടെ. ഐറ്റങ്ങളൊക്കെ ഇപ്പൊ കണ്ടേ ആനയാള്. അവിടുന്ന് പിന്നെ എങ്ങനെ അങ്ങോട്ട് വന്ന ആനെ. ചുറ്റും കമ്പി ഉണ്ടായിട്ട് എന്താ ഇതിന് സാധനമല്ലല്ല, വെറും കമ്പി മാത്രമേ ഉള്ളൂ. ഇത് മറിക്കത് കറണ്ട് വരുന്നില്ലേ. ഇട്ട് നോക്കി അത് ശരിയാക്കി നോക്കിയവര് ഫോറസ്റ്റുകാരാണ് നന്നാക്കിയത്. പക്ഷെ കറണ്ട് എന്താവാ അങ്ങട്ടും ഇല്ല. വീട് വെച്ച് തരാനൊന്നും ആയിട്ടില്ലേ? സർക്കാർ എന്താ പറയുന്നത്? അവർ തരുവാണെങ്കിൽ വാങ്ങുമല്ലാതെ അതുവരെ ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ ഉണ്ടാവും. ITTP-ന്റെ കൂടി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. കാണാൻ പറ്റണോലും വർത്തനം പറയാൻ ഇടയ്ക്കൊക്കെ വന്ന് എന്തിലെ വണ്ടി ഓടി പോവും. കാക്ക വരും. അയാള് വരുന്നത് കൊണ്ട് കുറച്ച് മക്കൾക്ക് കുറെ ഉടുപ്പും കൊണ്ടുവരും. ഭക്ഷണം ചിലപ്പം മുപ്പരിങ്ങോട്ട് ഇറങ്ങിയാൽ ഭക്ഷണം കൊണ്ടുവരും. അങ്ങനെ പൈപ്പ് തന്നു. പൈപ്പൊക്കെ തന്നു. അങ്ങനെയുള്ള ശകയുണ്ട് മൂപ്പരെ കൊണ്ട്. ഞങ്ങൾ ഇവിടെ 10-40 എണ്ണം ഉണ്ടാവും. ഞങ്ങൾ ഈ ഷീറ്റിന്റെ ഉള്ളിൽ നിൽക്കും. ചോരുവെന്ന് പറയണ ഒക്കെ പാത്രം വെക്കും. ചരുവ പാത്രം ബക്കറ്റൊക്കെ വെക്കും ചോരിനടുത്ത്. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ITTP-ന്ന് ഒരു കവർക്ക് കിട്ടും ഞങ്ങക്ക്. ഒരു കവർ കൊണ്ടാകൂലല്ലോ. അതൊരു അടുക്കളയ്ക്ക് പോലും തികയാത്ത ഇതാണ്. ഒരു 4-5 എണ്ണം ഉണ്ട് ഇതുമേലെ. പേരിന് സ്ഥാപിച്ച സോളാർ വേലിയുണ്ടെങ്കിലും അതിൽ വൈദ്യുതിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയോടുകൂടിയാണ് ഓരോ രാത്രിയും കടന്നുപോകുന്നത്. ആനയും പന്നിയും കരടിയും എത്തുന്ന ഭയം ഇവരെ ഒരിക്കലും വിട്ടുമാറുന്നില്ല. ഭീതിയോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇനി എത്ര നാൾ ഈ ദുരിതം സഹിക്കണം? വാണിയമ്പുഴ പ്രദേശത്തെ ഒരു നിവാസിയുടെ വാക്കുകളിൽ വേദന നിറഞ്ഞിരിക്കുന്നു. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളും ഈ ദുരിത ജീവിതത്തിന്റെ ഭാഗമാണ്. സുരക്ഷിതമായ ബാല്യവും ആരോഗ്യകരമായ ജീവിതവും എന്നത് ഇവർക്കിപ്പോഴും അകലെയുള്ള സ്വപ്നങ്ങളായി തുടരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറാത്ത ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം എപ്പോൾ എന്ന ചോദ്യം ഇപ്പോഴും മറുപടിയില്ലാതെ നിലകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.